So hello friends, once again welcome back friends. അപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നൊരു റിമോട്ട് കിറ്റിന്റെ റിവ്യൂ ആണ്. soundtron റിമോട്ട് കിറ്റ് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. So without wasting any more time, let's begin. So friends, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്. ആ മണി നൈസ് അടിച്ച് അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ soundtronന്റെ പുതിയൊരു റിമോട്ട് കിറ്റ് വന്നിരിക്കുന്ന ഒരു ബോക്സ് എന്ന് പറയുന്നത്. ഒരു വൈറ്റ് പാക്കേജിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പം soundtron ആയാലും ജിടെക് ആയാലും ഫ്യൂടെക് ആയാലും എല്ലാം ഇതിനകത്താണ് വരുന്നത്. സോ നമ്മളിത് അൺബോക്സ് ചെയ്യുമ്പോഴേക്കും ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റിക്കറുണ്ട് ബാക്കിൽ. നമ്മുടെ ഔട്ട്പുട്ട് രേഖപ്പെടുത്തി ഇൻപുട്ട് ഔട്ട്പുട്ട് രേഖപ്പെടുത്തി ചെറിയൊരു സ്റ്റിക്കറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ റിമോട്ടുണ്ട്. റിമോട്ടിന് എന്തൊക്കെയോ ഒരു പ്രത്യേകത പോലെ തോന്നുന്നു. കാര്യം അവർ ആ ഒരു ലെറ്ററിങ് എല്ലാം വൈറ്റിനകത്ത് പല കളറിലൊക്കെ ആക്കി ഒരു എന്താ പറയുക പ്രത്യേക ഡിസൈൻ ലുക്കിലാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു വൈറ്റ് കളറിലുള്ള ഒരു റിമോട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ അവരുടെ ആ ഒരു പാക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വയറുണ്ട്. കാര്യം ഇത് ആ ഒരു അപ്ഡേഷനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഓഡിയോ റഷ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് കുറച്ചധികം കണക്ഷൻസും കാര്യങ്ങളെല്ലാം ഒരുപാട് വയറും കാര്യങ്ങളും വന്നിട്ട് നമുക്കതെല്ലാം മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ഓരോ ബോർഡായിട്ട് നമുക്ക് സെപ്പറേറ്റ് നോക്കാം. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ബോർഡ്. നേരത്തെ വന്നിട്ട് അതേ സർക്യൂട്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബോർഡിൻ്റെ ക്വാളിറ്റി മാറ്റിയിട്ടുണ്ട്. ഡബിൾ സൈഡ് PCB. അത് മാത്രമല്ല ബോർഡ് കുറച്ചുകൂടെ ചെറുത് ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ കോമ്പാക്റ്റ് ഡിസൈനാക്കി. ഓവറാൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട്. അത് മാത്രമല്ല 4 സൈഡിലും ഹോള് വന്നിട്ടുണ്ട് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ നേരത്തെ വന്നിട്ട് ഈ ഹോളിലായിരുന്നു നമുക്ക് ഡയറക്റ്റ് RC സോക്കറ്റ് വെച്ച് നമുക്ക് ആംപ്ലിഫയറിൻ്റെ ബാക്കിലൂടെ ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയായിരുന്നു പതിവായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം മാറി ഇപ്പം അതിനകത്ത് എല്ലാ ഭാഗത്തും 4 സൈഡിലും ഹോള് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആംപ്ലിഫയറിൻ്റെ ക്യാബിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യാം. അത് മാത്രമല്ല RMC കണക്റ്റേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ RMC കണക്റ്റേഴ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം. 2 കണക്റ്റേഴ്സ് ഉണ്ട്, ഇൻപുട്സിന് വേണ്ടിയിട്ടുള്ള 2 കണക്റ്റേഴ്സ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു RCA 6 RCA സോക്കറ്റ് ഇട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ 2 രീതിയിൽ യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേയിലോട്ടുള്ള പോർട്ടാണ്. നമ്മൾ PCBയുടെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല നീറ്റ് ആൻഡ് ഫിനിഷായിട്ട് പ്രിൻറ്റ് ചെയ്ത് പക്കയാക്കി ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് USB ഇൻപുട്ട്. സോ ഇൻപുട്സ് എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഓക്സിലറി ഇൻപുട്സും AC3 ഇൻപുട്സ് എല്ലാം ഒരു സൈഡിലോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഔട്ട്പുട്ട്സ് എല്ലാം ആ ബോർഡിൻ്റെ മറുവശത്തേക്കാക്കി വെച്ചിട്ടുണ്ട്. സോ നല്ലൊരു ഫിനിഷിങ് ഫിറ്റ് ആൻഡ് ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട്സിലേക്ക് നോക്കിയാൽ ഔട്ട്പുട്ട്സ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൈഡിലോട്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം FLFR SLSR സെൻറ്റർ സബ് വൂഫർ. അതുപോലെ തന്നെ അതിനെ തന്നെ പാരൽ ചെയ്ത് അപ്പുറത്തോട്ടൊക്കെ ഒരു എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പം യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ എന്നിരുന്നാലും നല്ലൊരു മാറ്റം ഇതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. യൂസ് ചെയ്തിരിക്കുന്ന ICകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ TDA 743 IC ആണ് നമുക്ക് ബാസ്റ്റബിൾ കൺട്രോളായിട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല വോളിയം കൺട്രോൾ IC ആയിട്ട് വന്നിരിക്കുന്ന PT2323 ആ ഒരു നേരത്തെ ആ ഒരു ടിപ്പിക്കൽ ആ ഒരു ബോർഡിൻ്റെ ആ ഒരു രീതികൾ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിനകത്തൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. മാറ്റമായിട്ട് വന്നിരിക്കുന്നത് വേറെ 1-2 എക്സ്ട്രാ കാര്യങ്ങൾ ഇതിനകത്ത് മാറ്റങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു ചെറിയ മാറ്റം എന്ന് പറയുന്നത് ഒരു VU മീറ്റർ കണക്ട് ചെയ്യാനുള്ള 2VU എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഈ ഒരു റിമോട്ട് കിറ്റിനകത്ത്. സോ ഈ ബോർഡ് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റുള്ള കുറച്ചധികം ബോർഡ് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതും കൂടെ നോക്കാം. ഇനി ഇതിനകത്ത് അടുത്ത ബോർഡായിട്ട് വന്നിരിക്കുന്നത് ഒരു പവർ സപ്ലൈ ബോർഡാണ്. ഈ പവർ സപ്ലൈ ബോർഡ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഓഡിയോ റഷിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓഡിയോ റഷ് ഇതിനകത്തോടെ ലിങ്ക് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ ഒരു ബോർഡ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഓഡിയോ റഷിൻ്റെ ഒരു പവർ സപ്ലൈ സെക്ഷനാണ്. അതിനുവേണ്ടി നമുക്ക് 12 വോൾട്ട് AC ഇതിലോട്ട് കൊടുത്താൽ മതി. അതിനെ DC ആക്കി മറ്റു കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ആക്കി തരാനുള്ളൊരു ചെറിയൊരു ബോർഡാണിത്. സോ അങ്ങനെ 1-2 ബോർഡുകൾ വന്നുകൊണ്ടാണ് ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ വയേഴ്സ് തോന്നാൻ വേണ്ടി വരുന്നത്. ഇതിൻ്റെ കണക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 0 12 AC അതിൽ കൊടുക്കാം. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് സപ്ലൈയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേയിലോട്ട് ഒരു വയർ പോകുന്നുണ്ട്. നമ്മുടെ ഓഡിയോ റഷിലേക്ക് ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു 2 വയറും സപ്ലൈയുടെ വയറും കൂടെ ചേർന്നാണ് അതിലോട്ട് പോകുന്നത്. സോ നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് നോക്കാം. ഡിസ്പ്ലേക്കകത്ത് കുറച്ചധികം മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി, അതായത് PCBയുടെ ക്വാളിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിലേക്ക് ഈ ഒരു ബോർഡ് അപ്ഡേഷൻ വന്നപ്പോഴേക്ക് ഓവറാൾ ക്വാളിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ICയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പ്രോഗ്രാം ചെയ്യാനുള്ള PIC IC വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ചധികം സോക്കറ്റ്സ് വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഓഡിയോ റഷിൻ്റെ കണക്റ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ USB പാനലിൻ്റെ കണക്ട് ചെയ്ത് അതിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള സെറ്റപ്പ്, സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ കൺട്രോളിങ്, അങ്ങനെ എല്ലാ കൺട്രോളിങ് ഈ ഒരു ഡിസ്പ്ലേയുടെ ബാക്കിലാണ് വന്നിരിക്കുന്നത്. IR സെൻസറും 5 വോൾട്ട് ഗ്രൗണ്ട് IR സെൻസറിനുള്ള ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അതുപോലെ 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കാനുള്ള, അതായത് ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കാനുള്ളൊരു സോക്കറ്റും ഇതിനകത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ
കുറച്ചധികം കണക്റ്റേഴ്സ് ഈ ഒരു ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കാര്യം ഇതിനകത്ത് കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. പഴയ ഒരു കിറ്റിൻ്റെ ലുക്കിലല്ല, ഓൾറെഡി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്തായിട്ട് നമുക്കിതിൻ്റെ വയറിങ്ങിലേക്ക് നോക്കാം. കുറച്ചധികം വയറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കുറച്ചധികം വയറിങ് ഇതിൽ ചെയ്യേണ്ടി വരും. കാര്യം RMS കൺട്രോൾസ് സോണിയുണ്ട്. എല്ലാത്തിനുള്ള വയറിങ് അവർ കൃത്യമായിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള വയറിങ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ചെറിയ LED വെച്ച് വരുന്ന ചെറിയൊരു ബോർഡും കൂടെ ഇതിനൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓഡിയോ റഷിൻ്റെ ഇൻപുട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഏത് ഇൻപുട്ടാണ് സെലക്ട് ആയിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയുള്ള ഇൻപുട്ടിൻ്റെ ലൈറ്റുകളാണ്. നമുക്ക് ആ ബോർഡിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു റിമോട്ട് കിറ്റ് ടേൺ ഓൺ ചെയ്ത് നോക്കാം. അതിനകത്ത് ആ ഒരു ഓഡിയോ റഷ് ഒരു പഴയ റഷാണ്, പുതിയ റഷ് കിറ്റല്ല. അതായത് നമ്മുടെ DTS ഡോൾബി സർട്ടിഫിക്കേഷനുള്ള സൺപ്ലസിൻ്റെ പ്രോസർ ഇടുന്ന കിറ്റല്ല, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ സപ്ലൈക്ക് വേണ്ടി ഒരു 12 വോൾട്ട് AC കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്. പിന്നെ റിമോട്ട് കിറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം ഒരു PDF ഫയലായിട്ട് നമുക്ക് ഈ റിമോട്ട് കിറ്റ് മേടിക്കുമ്പോൾ അവർ നമുക്ക് സെൻഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഇതിനകത്തൊരു, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്തൊരു ലൈറ്റിൻ്റെ ഒരു സ്ട്രിപ്പുണ്ട്. നമുക്ക് ഈ ഒരു ഓഡിയോ റഷിൻ്റെ ആ ഒരു കൺട്രോൾസ് വരുമ്പോഴത്തേക്ക് ഏത് ഇൻപുട്ടാണെന്ന് അറിയാൻ വേണ്ടി ഒരു ലൈറ്റിൻ്റെ സെറ്റപ്പ് ഉണ്ട്. അല്ലെ, അത് നമുക്ക് എടുത്ത് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലിൽ കൊടുത്ത് ഏത് ഇൻപുട്ടാണ് വർക്ക് ചെയ്യുന്നത് അറിയാൻ പറ്റും. ആ കണക്ഷൻ തൽക്കാലം ഞാൻ കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് എന്താ ഓണാക്കി നിങ്ങൾക്ക് ആ ഒരു ഇൻപുട്ട് മാറുന്നത് കാണിച്ചു തരാം. സോ നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഞാൻ എല്ലാ കണക്ഷനും കൊടുത്തിട്ടുണ്ട്, മിക്കവാറുള്ള ആവശ്യമുള്ള എല്ലാ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ എന്നുള്ള ആ ഒരു റൊട്ടേറ്ററി എൻകോഡർ, അതുപോലെ തന്നെ മെയിൻ ബോർഡിലേക്കുള്ള കണക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഓഡിയോ റഷിലേക്കുള്ള കണക്ഷൻ, ഇതെല്ലാം പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിത് ടേൺ ഓൺ ചെയ്ത് നോക്കാം. ടേൺ ഓൺ ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് ഇൻപുട്ട് സെലക്റ്റഡ് കോയാക്സിയൽ പ്രോലോജിക് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. സോ അതാണ് ഇതിനകത്ത് മെയിനായിട്ട് ആദ്യം തന്നെ വരുന്നത്. അത് ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഓഡിയോ റഷ് ടേൺ ഓൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഇപ്പം അത്യാവശ്യം വെളിച്ചമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു LED ലൈറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. സോ ഓൾറെഡി നോക്കി അറിയാൻ പറ്റും, 2 ബ്ലൂ LED ടേൺ ഓൺ ആയിട്ടുണ്ട്. അതൊന്ന് പവർ സപ്ലൈയുടെയും ഒന്ന് ഏത് ഇൻപുട്ടാണ് സെലക്ട് ആയിരിക്കുന്നതെന്ന് നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേറ്റർ കൂടാണ് ഇപ്പം ഓൺ ആയിരിക്കുന്നത്. പവർ സപ്ലൈ എപ്പോഴും ഓൺ ആയിട്ടിരിക്കും. ഈ ഒരു ബോർഡ് ഓൺ ആവുന്ന സമയത്തെല്ലാം പവർ സപ്ലൈയുടെ സ്വിച്ച് എപ്പോഴും ലൈറ്റ് എപ്പോഴും ഓൺ ആയിട്ടിരിക്കും. മറ്റേത് നമ്മൾ ഇൻപുട്ട് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ റിമോട്ടിനകത്ത് നമ്മൾ ആ കോയാക്സിയൽ ഇൻപുട്ട് സെലക്ട് ചെയ്ത് പിന്നെ വേറൊരു ഇൻപുട്ട് എന്നൊരു സ്വിച്ച് ഉണ്ട്. ആ ഇൻപുട്ട് സ്വിച്ച് ഞെക്കുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു LED മാറി കത്തും, ഇൻപുട്ട് സെലക്ട് ആവുന്നതാണ്. സോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ ഇൻപുട്ട് എന്ന ലൈറ്റ് ആ ഒരു സ്വിച്ച് സെലക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ LED ഓരോ ഇൻപുട്ടും മാറി വരും. ഇതൊരു ഓൾഡ് മോഡൽ, പഴയ വിട്ടിരുന്ന ഒരു ഓഡിയോ റഷാണ്. ഇതിനകത്ത് ആ സൺപ്ലസിൻ്റെ പ്രോസറൊന്നും അല്ല. കാര്യം ഇത് കറക്റ്റായിട്ട് വർക്കാവുന്ന സാധനമൊന്നുമല്ല. ഡോൾബി DTS ഒക്കെ എടുക്കുന്നേ ഉള്ളൂ, വലിയ ഗുണമൊന്നുമില്ല. ഏറ്റവും വില കുറഞ്ഞ ഒരു ഓഡിയോ റഷാണിത്. സോ ഇപ്പം നമുക്ക് ബാക്കിൽ കൂടെ വന്ന് ഒന്നുകൂടെ നോക്കാം. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു ലൈറ്റ് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇൻപുട്ടുകൾ മാറുന്നത്. സോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. സോ ഇപ്പം ഈ ഒരു ആംഗിളിൽ കൃത്യമായിട്ട് എൻ്റെ ലൈറ്റ് മാറുന്നത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. സോ നമുക്ക് ആ ഇൻപുട്ട്സ് ഒന്നും കൂടെ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. സോ ഇപ്പം അത് ഇൻപുട്ട് മാറുന്നുണ്ട്, ഓരോ ലൈറ്റായിട്ട് മാറുന്നുണ്ട്. സോ ഇൻപുട്ട് പക്കയായിട്ട് സെലക്ട് ആവുന്നുണ്ട്. ഈ ഒരു റിമോട്ട് കിറ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റ് പോലെ അല്ല ഇത് വർക്കാവുന്നത്. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഓഡിയോ റഷ് ടേൺ ഓഫ് ആവും. സോ അതായത് നമ്മുടെ USB പാനൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻപുട്ട് എപ്പം സെറ്റ് ആവുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ എപ്പം സെലക്ട് ആക്കുന്നു ആ സമയത്ത് മാത്രമേ ഇത് ടേൺ ഓൺ ആവത്തുള്ളൂ. സോ നമ്മുടെ ഫ്യൂടെക്കിൻ്റെ കിറ്റിലാണെങ്കിൽ ഫുൾ ടൈം ഈ ഒരു ഓഡിയോ റഷ് ഓൺ ആയിട്ടിരിക്കും. സോ അതിൻ്റെ ലൈഫിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇത് ഓൺ ആവും. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൂടി അവരിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്വിച്ചിങ് കൂടി ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ഒപ്റ്റിക്കൽ കോയാക്സിയൽ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ആ ഒരു ഇൻപുട്ടിലേക്ക് പോകുമ്പോൾ മാത്രം ആ ഒരു ഓഡിയോ റഷ് ഓണായി നമുക്ക് ഇഷ്ടമുള്ള ഇൻപുട്ട് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് വളരെ നല്ലൊരു കിറ്റാണ്. ഇത് എല്ലാ ചാനലും നമുക്ക് ബാസ്, ഡബിൾ, മിഡിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് പേർക്ക് അറിയാം, ഇതിനകത്ത് ഒരുപാട് പേര് ഈ ഒരു കിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വെറൈറ്റി രീതിയിലുള്ള ഔട്ട്പുട്ടാണ് ഈ ഒരു കിറ്റ് തരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് കൂടെ ആയിട്ട് ഇപ്പോൾ ഈ ഒരു ഓഡിയോ റഷിൻ്റെ ഒരു കിറ്റിൻ്റെ ഒരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട്. സോ ഇതാണ് അതിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. വളരെ നല്ലൊരു കിറ്റാണ്. ഇപ്പോൾ ഓഡിയോ റഷൂടെ ആവശ്യം ഉണ്ട്, നിങ്ങൾക്ക് അതോടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു റിമോട്ട് കിറ്റാണ്, ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.